അഡ്വക്കേറ്റ് രാംകുമാർ, CPM-ന്റെ തൊലിയുരിച്ചില്ലേ ബോംബെ ഹൈക്കോടതി? CPM-ന്റെ ഈ സമീപനത്തിൽ ആർക്കും അത്ഭുതത്തിന് അല്പം പോലും അവകാശമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആക്രമിക്കുകയും അവമാനപ്പെടുത്തുകയും ചെയ്യുന്നൊരു സമീപനം പരാജയഭീതി കൊണ്ടും നയവൈകല്യം കൊണ്ടുമാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി, ഗവർണർ, ഇലക്ഷൻ ഹൈക്കോടതികൾ, ഇങ്ങനെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവമതിക്കുകയും ആക്ഷേപിക്കുകയും പക്ഷപാതം ആരോപിക്കുക ഒരടിസ്ഥാനവുമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് CPM പിന്തുടർന്നു വരുന്നത്. ഇത് അവരുടെ കാൽ കീഴിലുള്ള മണ്ണൊലിപ്പിനെ ഭയന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഹൈക്കോടതി അവർക്കെതിരെ ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവന മാത്രമായിട്ട് ചുരുങ്ങില്ല. വാസ്തവത്തിൽ അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. ഈ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൽ കേന്ദ്രീകരിക്കാതെ ഗാസയിലും ഹമാസും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളെപ്പറ്റി പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന രീതിയിൽ, സൗമ്യമായ രീതിയിൽ ബോംബെ ഹൈക്കോടതി ഒരു ഉപദേശം കൊടുത്തു. ഇത് വളരെ ശരിയല്ലേ? ഈ രാജ്യത്ത് ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട്. പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന CPM-ന് ഉയർത്തിപ്പിടിക്കാൻ ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് വിട്ടിട്ട് ഹമാസിൻ്റെയും ഗാസയുടെയും പിന്നാലെ പോകുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. ലക്ഷ്യം വോട്ട് ബാങ്കാണ്, അല്പത്തമാണ്, രാഷ്ട്രീയമായ അല്പത്തമാണ് കാണിക്കുന്നത്. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനെ പെരുപ്പിച്ച് കാണിച്ച് പരാജയപ്പെടുന്ന രീതിയിലാണ് CPM-ന്റെ ഇന്നത്തെ പ്രവർത്തനം. ഉദാഹരണത്തിന് മധുര സമ്മേളനത്തിൽ ഹമാസുകാർ ധരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ടാണ് CPM-ന്റെ പല നേതാക്കന്മാരും പ്രകടിച്ചത്. പല സ്ഥലത്തും ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതേസമയം പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു പ്രസ്താവന ഇറക്കി, ജാഥ നടത്തി, ജനകീയ കൂട്ടായ്മ നടത്തി ചെയ്യാൻ CPM മുന്നോട്ട് വന്നിട്ടില്ല. ചുരുക്കത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ CPM വന്നിട്ടില്ല. മറിച്ച് ചെഗുവേരയെക്കുറിച്ചും ഹമാസിനെ കുറിച്ചും ഒക്കെയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിലെ രജിസ്ട്രാറുടെ റൂമിൽ ചെഗുവേരയുടെ പടം വെച്ചിട്ടുണ്ട്. ഭാരതാംബയുടെ പടം വയ്ക്കുന്നതിന് അദ്ദേഹത്തിന് നിശ്ചിതമാണ്. പക്ഷേ ചെഗുവേരയെ വെച്ച് ആദരിക്കാനുള്ളത്. ഈ അടിമ മനോഭാവം CPM തുടരുന്നുകൊണ്ടാണ് ജനങ്ങൾ CPM-ൽ നിന്ന് അകലുന്ന എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ രാജ്യത്ത് കോടിക്കണക്കിന് പാവപ്പെട്ടവരുണ്ടായിട്ടും അവർക്കിടയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഏറ്റവും അധികം ശക്തമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടന്നിരുന്ന അവിടെ CPM-ന് ഇന്ന് കാലുകുത്താൻ പോലും സ്ഥലമില്ല. കാരണം ഈ അടിമ മനോഭാവവും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തുടർച്ചയായ പ്രവർത്തനം കാരണം സാധാരണ ജനങ്ങളിൽ നിന്ന് CPM ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ വിശാലമായ രാജ്യത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രമാണ് CPM-ന് എന്തെങ്കിലും പ്രവർത്തനമുള്ളത്. ആ കടലോരത്തും നിലനിൽക്കുന്നത് നഗ്നമായ വർഗീയ പ്രീണനം കൊണ്ടാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ വർഗീയ പാർട്ടികളുമായി പഞ്ചായത്ത് ലെവൽ മുതൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയും അത് ന്യായീകരിക്കുകയും അതിന് വേണ്ട കോമാളിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയല്ലെന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ആളുകൾക്ക് നിരാശയുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ
കോടതികളെ ആക്രമിക്കുന്ന ഇന്നൊന്നിലും തുടങ്ങിയതല്ല. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, ഇവരൊക്കെ കോടതി ഇലക്ഷൻ നടപടികൾ പലപ്പോഴായിട്ട് അഭിമുഖീകരിച്ചാണ്. ശ്രീ MV ജയരാജൻ ഒരു മാസം ജയിലിൽ പോയിരുന്നാണ്. ഇപ്പോൾ സിൻഡിക്കേറ്റിനെ അനുകൂലിച്ചുകൊണ്ട് 2 ജഡ്ജിമാരെ ആക്ഷേപിച്ച്, സംഖ്യകളെന്ന് ആക്ഷേപിച്ച രാജേഷ് MLA ഇപ്പോൾ കോടതി ലക്ഷ്യം. കോടതികളെ CPM വിമർശിക്കുന്നതിന് ആർക്കും പരാതിയില്ല. കാരണം കോടതികളുടെ പ്രവർത്തനം കുറ്റമറ്റതാണെന്ന് അതിലിടപഴകുന്ന ആളുകളും വരും. പക്ഷേ എല്ലാ വിമർശനങ്ങൾക്കും ചില മാന്യതകൾ പാലിക്കണം. ഒരു തത്വാധിഷ്ഠമായ വിമർശനം നടത്തുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ഇന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ജുഡീഷ്യറിയുടെ പതനത്തെക്കുറിച്ച് വിലപിക്കുന്ന രീതിയിലൊരു വിധി പ്രസ്താവന നടത്തി. അവിടെ വ്യക്തിഗതമായ ആക്ഷേപമില്ല, ഒരു തത്വഗതമായ ആക്ഷേപമാണ് ജുഡീഷ്യറിയുടെ പാളിച്ചകളെ പറ്റി. ഇത് തീർച്ചയായും നമ്മുടെ ഭരണഘടന അനുവദിച്ചു. CPM എന്നെങ്കിലും തത്വാധിഷ്ഠിതമായി ജുഡീഷ്യറിയുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അവർക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിമാരെ തേജോവധം ചെയ്യുന്ന ഒരു സമീപനമാണ് CPM കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും രാജ്യവിരുദ്ധമായ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞു. ഇവിടെ തന്നെ 100 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അതിന് പകരം അന്യരാജ്യത്ത് നടക്കുന്ന ആരാണ് ഈ ഹമാസ്? നിരപരാധികളെ വെടിവെച്ചു വന്ന ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് സമ്മേളനങ്ങളും അവരുടെ വേഷങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്നത് വളരെ പരിഹാസ്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ദേശവിരുദ്ധം തന്നെയാണ് ആ സമീപനം. ഇവിടെ എതിർത്ത് വിധിക്കുന്ന ജഡ്ജിമാരെ നാട് കടത്തിയതായിട്ട്, പ്രതിയിൽ കാൽപ്പമായിട്ട് നാട് കടത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ ജനങ്ങളിൽ നിന്ന് അകൽച്ച വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കടലോരത്തെങ്കിലും തങ്ങി നിൽക്കുന്ന പാർട്ടി അധികം താമസിയാതെ അറബിക്കടലിലേക്കുള്ള യാത്ര ത്വരിതപ്പെടുത്തും. ഇത്തരം ബുദ്ധിശൂന്യവും അല്പത്തരവുമായ പ്രവർത്തനങ്ങൾ തുടർന്നാൽ. അതുകൊണ്ട് ഈ രാജ്യത്തെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ ബഹുമാനിക്കാൻ ഒരു അംഗീകൃത രാഷ്ട്രീയ കക്ഷി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ കക്ഷിക്ക് ബാധ്യതയുണ്ട്. ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും തരം താത്തുകയും പുറത്തിറങ്ങിയാൽ കാലുവെട്ടും എന്നുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തീരെ ചേർന്നതല്ല. വളരെ തരംതാണ് രാഷ്ട്രീയ കളിയാണ് CPM കളിക്കുന്നതെന്ന് വളരെ ദുഃഖപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മഹത്തായ പ്രസ്ഥാനമായിരുന്നു ഒരു കാലത്ത്. പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ പരിശ്രമങ്ങൾ അവരുടെ ശത്രുക്കൾ പോലും പ്രവർത്തിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ആ പ്രവർത്തന ശൈലിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഏതാനും പഞ്ചായത്ത് സീറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്തി രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളെ പ്രചോദനം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമായി CPM തരം താണതുകൊണ്ടാണ്, ഞാൻ ആവർത്തിക്കുന്നു, വിശാലമായ ഇന്ത്യ രാജ്യത്ത് ഒരു കടലോരത്ത് മാത്രം തങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമായി CPM തരം താണിരിക്കുന്നു.